പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്ന ക്രൂരമായ മനസ്സിന്റെ ഉടമകളാണ് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത്. ക്രൂരതയാണ്. സമരം ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരോട് സർക്കാരിനെതിരെ സമരം ചെയ്താൽ അവർ രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്ന മോഡി ഗവൺമെന്റിന്റെ അതേ മനോഭാവമാണ് പിണറായി വിജയൻ. ഈ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു എന്നതിന്റെ പേരിൽ, അതിന് പിന്തുണ നൽകുന്നു എന്നതിന്റെ പേരിൽ സംസ്ഥാനത്തെ മുഴുവൻ ആശാവർക്കർമാരോടും അവരുടെ കുടുംബത്തോടും കാണിക്കുന്ന ഈ ക്രൂരത അവസാനിപ്പിക്കണം. പണമോ കൂട്ടിക്കൊടുക്കുന്നില്ല, ഉള്ള പൈസ വെട്ടിക്കുറയ്ക്കുകയാണ്. എത്ര പേർക്കാണ് 3500 രൂപ കയ്യിൽ കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും? വീട്ടിൽ പട്ടിണിയാവില്ലേ? ഈ മനസാക്ഷിയില്ലാത്ത സമീപനം സർക്കാർ പിൻവലിക്കണം. നിങ്ങൾക്ക് എന്താണ് സമരം ചെയ്യുന്നവരോട് ഇത്ര അസഹിഷ്ണുത? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? നിങ്ങൾ മുതലാളിത്ത മനോഭാവത്തോടു കൂടി സമരം ചെയ്യുന്നവരെ നോക്കിക്കാണരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം അപേക്ഷിക്കാനുള്ളത്. അടിയന്തരമായി ഈ നിബന്ധനകൾ പിൻവലിച്ച് എല്ലാവർക്കും ഇപ്പൊ കൊടുക്കുന്നത് കൂടുതൽ കൊടുക്കണമെന്നാണ് ഡിമാൻഡ്. ആ കൂടുതൽ കൊടുക്കണമെന്നുള്ള ഡിമാൻഡ് വരുമ്പോൾ ഉള്ളതുപോലും കൊടുക്കാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത്. രണ്ടാമത്തെ കാര്യം, ഹൈവേ നിർമ്മാണത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള തെളിവുകൾ പുറത്തുവരികയാണ്. ഗുരുതരമായ എഞ്ചിനീയറിംഗ് പിഴവുകൾ, മണ്ണ് പരിശോധന നടത്താതെ നിർമ്മിതികൾ ഉണ്ടാക്കിയതിന്റെ പ്രശ്നം, ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി കേരളത്തിൽ വ്യാപകമായി മിക്കവാറും നാഷണൽ ഹൈവേ നിർമ്മാണം നടക്കുന്ന എല്ലാ ജില്ലകളിലും ചീട്ടുകൊട്ടാരം പോലെ ഈ നിർമ്മിതികൾ തകർന്നു വീഴുകയും വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യാണ്. ഇപ്പൊ കൂരിയാട് ഇനി റീകൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ വലിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കണം. 1 വർഷത്തിലേറെ സമയം മിനിമം എടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ക്രമക്കേടുകൾക്ക് ആരാണ് ഉത്തരവാദി? സർക്കാരിന്. ഞങ്ങളുടെ ചോദ്യം, ഈ കേരള സർക്കാരിന് പരാതിയില്ലേ? പാലാരിവട്ടം പാലം UDF ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങി LDF ഗവൺമെന്റിന്റെ കാലത്ത് നിർമ്മാണം അവസാനിപ്പിച്ച ഒരു റിപ്പോർട്ട് വന്നു, ഒരു എഞ്ചിനീയറിംഗ് അപാകതയുണ്ട് എന്ന്. പാലം തകർന്നൊന്നും വീണില്ല. അതിന്റെ പേരിൽ അന്നത്തെ മന്ത്രിക്കെതിരായി വിജിലൻസ് കേസെടുത്ത് ജയിലിലടയ്ക്കാൻ, കോടതിയില്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോയത്, ജയിലിലടയ്ക്കാൻ ശ്രമിച്ച ആളുകൾ പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണ് എന്ന് പറഞ്ഞ് ഈ സംസ്ഥാനത്തുടനീളം പ്രചരണം നടത്തിയ ആളുകൾ, അവർക്കിപ്പോ ഈ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഗുരുതരമായ അഴിമതി നടത്തിയ ഈ നാഷണൽ ഹൈവേ കേസിൽ ഈ സംസ്ഥാന ഗവൺമെന്റിന് പരാതിയില്ല. പരാതിപ്പെടാനുള്ള ധൈര്യമില്ല. പിണറായി സർക്കാർ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മോഡി സർക്കാരിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിൽക്കുകയാണ്. എന്തിനാണ് സർക്കാരിന് ഭയം? സർക്കാർ ആവശ്യപ്പെടണ്ടേ? ഞങ്ങൾക്കൊരു പരാതിയില്ലെന്നാണ് പറയുന്നത്. വ്യാപകമായി ഈ റോഡിനെ കണ്ട് അതിന്റെ അവകാശവാദം ഉന്നയിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു നടത്തിരുന്ന ആളുകളെ ആരെയും ഇപ്പോ കാണുന്നില്ല. ഈ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ വലിയ അന്വേഷണം നടത്തണം. ഇത് CBI അന്വേഷണം നടക്കണം. ഗുരുതരമായ ക്രമക്കേടാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. ഇതിന്റെ അകത്ത് എഞ്ചിനീയറിംഗ് പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. വിദഗ്ധരായ ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണം. ഈ കൺസ്ട്രക്ഷൻ കമ്പനികളുമായി ആരൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആരൊക്കെയാണ് ഇവർക്ക് ഫേവറുകൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്? അതിൽ സംസ്ഥാന ഗവൺമെന്റിലെ ചില ആളുകളും ഉണ്ട് എന്നതിന്റെ സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് പരാതിയില്ലാത്തത്. ഇവർക്ക് പരാതിയില്ല, പിന്നെ ഭയമാണ് പരാതി, കേന്ദ്ര ഗവൺമെന്റിനെതിരായി പരാതി ഉന്നയിക്കുന്നതിന് വേണ്ടി. മൂന്നാമതൊരു കാര്യം, നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂർ. മലപ്പുറം ജില്ലയെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ കേരള ഗവൺമെന്റിന്റെ PR ടീം ഡൽഹിയിൽ മലപ്പുറത്ത് തീവ്രവാദമാണെന്നും മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണെന്നും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ PR ഏജൻസി ഡൽഹിയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും നോട്ട് കൊടുത്തു. അതിനുശേഷം മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൽ ഇന്റർവ്യൂ കൊടുത്തു. അവർ സംഘപരിവാർ അജണ്ടയുണ്ട്. മലപ്പുറത്ത് തീവ്രവാദമാണ്, മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണ്, ക്രിമിനലുകളാണ് എന്ന സംഘപരിവാർ തീവ്രവാദത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത്.
മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലാണ്.